ഹായ്, നമ്മുടെ SSLCയിലെ സോഷ്യൽ സയൻസിൻ്റെ 4 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് മാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അതിൻ്റെ ടോപ്പിക് ഗ്രാസ് ലാൻഡ്സ്, ജിയോ ഇൻഫർമേഷൻ മാപ്പിൻ്റെ ഔട്ട്ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ. പിന്നെ വരുന്നത് ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ പബ്ലിക് സെക്ടറിൻ്റെ ഒരു കാര്യം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എങ്ങനെയാണ് സഡൻ മൂവ്മെൻറ്റ്സ്, എർത്ത് കേക്സ് വന്നു കഴിഞ്ഞാൽ എന്താണ്, അതെങ്ങനെ കോപ്പപ്പ് ചെയ്യുക, അതേമാതിരി എൻഡോജനിക് മൂവ്മെൻറ്റ്സ്, എക്സോജനിക് മൂവ്മെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഇത് നമുക്ക് ചെറിയ പോയിൻ്റുകളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇത് ഷോർട്ട് എസ്സേ ആൻഡ് മാപ്പാണ്. പിന്നെ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. എസ്റ്റേറ്റ് ജനറൽ ബൂർബൻ രാജാക്കന്മാരുടെ എതിർപ്പ്, നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ, അത് പ്രധാനമാണ്. പിന്നെ മാപ്പ് പോയിൻറ്റിങ്, നമ്മളെ വേൾഡ് ഭൂപടത്തിൽ സഹാറ മരുഭൂമികൾ അടയാളപ്പെടുത്താനും ടൈഗ, സവന്ന എന്നുള്ള കാലാവസ്ഥ മേഖലകൾ കണ്ടെത്തിയിട്ട് അത് മാർക്ക് ചെയ്യാനും അറിയണം. പിന്നെ സിവിക്സ്, പൗരധർമ്മം നമ്മൾ അറിയണം. ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഡിജിറ്റൽ സാക്ഷരത, പിന്നെ ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തൽ, കുടുംബത്തിനും സ്കൂളിലുമുള്ള പങ്ക്. അപ്പോൾ ഇതെല്ലാം ഈ 3 സെറ്റുകളുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തതിൻ്റെ ബേസിലാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ സാമ്പത്തിക ശാസ്ത്രം, നീതി ആയോഗ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിന് കേരള മോഡൽ, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്, PQLI കണക്കാക്കുന്ന രീതി, അതേപോലെ ഭൂമിശാസ്ത്രം ജിയോഗ്രഫിയിൽ വരുന്നത് എർത്ത് ക്വേക്ക്, സുനാമി, അതേപോലെ അഗ്നിപർവ്വത മേഖലകളിലെ ജീവിതം, അത് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതാണ് 4 മാർക്സിൻ്റെത്. പിന്നീട് 5 മാർക്സിൻ്റെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 5 മാർക്സ് കുറച്ചും കൂടി സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അതേമാതിരി റെനൈസൻസ് ഓഫ് റിവൈവൽ വാർഷിപ്പ് പീരിയഡ്, അതേപോലെ എക്സോജനിക് മൂവ്മെൻറ്റ് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഉരുൾപൊട്ടലിൻ്റെ ഡീറ്റെയിൽസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഈ 5 മാർക്സിൻ്റെ മെയിനായിട്ട് 2 എണ്ണമാണ് കാണുന്നത്. അതിൻ്റെ ടോപ്പിക്സ് വരുന്നത് ഇവയാണ്: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ, ക്വിറ്റ് ഇന്ത്യ, സിവിൽ നിയമലംഘനം, നിസ്സഹകരണ പ്രസ്ഥാനം എന്നിവ താരതമ്യം ചെയ്ത് പഠിക്കുക. പരീക്ഷയിൽ ഇതിലൊരു ചോദ്യം ഉറപ്പായിട്ട് വരുന്നതാണ്. പിന്നെ റിനൈസൻസ്, അതായത് കലകളെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്സ്, വേൾഡ് ഹിസ്റ്ററി, പിന്നെ 1-ാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാർ, അതിൻ്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അന്തരീക്ഷം, കാലാവസ്ഥ, ഡൈയൂണൽ റേഞ്ച് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, ലാപ്സ് റേറ്റ് എന്നിവ കണക്കാക്കുന്ന പഠിക്കുക. കാറ്റ്, മർദ്ദം, ഐസോബാറുകൾ തമ്മിലുള്ള ബന്ധം, ഇവ മറക്കരുത്. പിന്നെ പരിസ്ഥിതി, കേരളത്തിലെ ഉരുൾപൊട്ടലിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും, ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുപയോഗ ഊർജ്ജത്തിൻ്റെ പ്രാധാന്യം, റിന്യൂവബിൾ എനർജിയുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് റിപ്പീറ്റായിട്ട് നമ്മൾ 3 സെറ്റുകൾ നമ്മൾ അനലൈസ് ചെയ്തതെന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇത് ഈ ഹൈ വാല്യൂ ആയിട്ട് വരുന്ന ടോപ്പിക്സുകളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ഈ ടിപ്സ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും, എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യുക അതുകൂടി മനസ്സിലാക്കി വെക്കുക. ABC ഏത് എഴുതിയാലാണ് മാർക്ക് കിട്ടുന്നതെന്നാണ് കാണിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഏർലി സ്ട്രഗിൾ ഇൻവോൾവ്ഡ് ബൈ മഹാത്മാഗാന്ധി, ലോക്കൽ സ്ട്രഗിൾസ്, റൈസ് ഓഫ് ഗാന്ധി ആസ് എ നാഷണൽ ലീഡർ. ഈ ഒരു ഓർഡറിൽ എഴുതണം. അപ്പോൾ ഈ പോയിൻറ്റ്സുകൾ വരണം നിങ്ങൾ എഴുത്തിൽ. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പോകുന്നത് ഇതാണെന്ന് വിചാരിക്കുക. ഇതിൽ കാണുന്ന ഈ ഒരു ഔട്ട്ലൈൻ അനുസരിച്ച് ആ ഒരു പോയിൻറ്റ്സുകൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.